കഴിഞ്ഞ് മാസങ്ങൾ മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ നെല്ലായ പഞ്ചായത്തിലെ പേങ്ങാട്ടിരിയിലെ ടേക്ക് എ ബ്രേക്കിന് ഇനി പുതുജീവൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് അടച്ചുപൂട്ടിയ ടേക്ക് എ ബ്രേക്ക് തുറക്കാനുള്ള നീക്കത്തിലാണ് പുതിയ പഞ്ചായത്ത് ഭരണസമിതി. 2024 ഡിസംബർ 24 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന MP രാജേഷ് ഉദ്ഘാടനം ചെയ്ത നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. 51 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് പേങ്ങാട്ടിരി സെന്ററിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിലെ കെട്ടിടവും ടോയ്ലറ്റ് സംവിധാനങ്ങളും പരിപാലനമില്ലാതെ ശോചനീയാവസ്ഥയിലാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലത്ത് പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന് കീഴിലുള്ള ശ്രീപദം കുടുംബശ്രീ യൂണിറ്റിനായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ കരാർ വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നിരുന്നത്. പദ്ധതിയുടെ ഭാഗമായ കഫ്റ്റീരിയ സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകിയിരുന്നെങ്കിലും അതും അടഞ്ഞുകിടക്കുകയായിരുന്നു. രാവിലെ 6 മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കേണ്ട ടോയ്ലറ്റും കഫ്റ്റീരിയയും പൂട്ടിക്കിടക്കുന്നതിനാൽ യാത്രക്കാരും പ്രദേശവാസികളും വലിയ ദുരിതമാണ് നേരിടുന്നത്. 4 മണിക്കൂർ ഇടവിട്ട് ശുചീകരണം നടത്തണമെന്ന വ്യവസ്ഥയുണ്ടായിട്ടും അത് പാലിക്കപ്പെട്ടിരുന്നില്ലെന്ന പരാതിയുമുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പൊതുസൗകര്യം ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ അത് ജനങ്ങളുടെ നികുതി പണത്തിന്റെ ദുരുപയോഗമാണെന്ന വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി പ്രശ്നം പരിഹരിച്ച് അടഞ്ഞുകിടക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി തുറക്കാനുള്ള നീക്കവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബോർഡിന്റെ കാലത്ത് 6/2/2025 ശ്രീപദം കുടുംബശ്രീയുമായി കരാർ വെക്കുകയും അവർക്ക് അത് കുറച്ചു കാലം നടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് അവർക്കത് നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്തിന് കത്തിടുകയുണ്ടായത്. ഇത് ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുജനങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിട്ട്. പിന്നെ ഈ കുടുംബവാസികളും പല കാര്യങ്ങൾക്കുമായിട്ട് അപ്പോൾ അതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ വരികയുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്. ആരൊക്കെ അതിൽ പിന്നെ സാമൂഹ്യദ്രോഹികൾ ഒന്ന് അതിൻ്റെ ATM വെള്ളം കുടിക്കാനുള്ള ATM എന്തായാലും സോഡ കുപ്പിയുടെ അടപ്പൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിക്കണ്ടായി. അപ്പോൾ അതിനെതിരെ അവിടെ പരിപാടികളൊക്കെ ഉണ്ടായി. ജനങ്ങളുടെ CITയിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായി. വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മളതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പരിശോധന നടത്തിയപ്പോൾ അതിൻ്റെ പിന്നെ ലാറ്റിനും ഇതെല്ലാം തകരാറായി കിടക്കുകയായിരുന്നു. മൊത്തം ബ്ലോക്കാക്കിയിട്ടിരിക്കുന്നത്. അത് പിന്നെ ഞങ്ങൾ പരിശോധിച്ചു. അതിന് ചില റിപ്പയറുകൾ ചെയ്തു. ഇനി ഞങ്ങൾക്കത് തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ വിഷമമുണ്ടായി. കാരണം അത്രയും നല്ലൊരു സംഖ്യ മുടക്കിയിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ പേങ്ങാറ്റി ഒരുപാട് ജനങ്ങളോട് ബസ് കാത്തുന്നവർ പലരും വന്നിട്ട് ഉപയോഗിക്കുന്നൊരു ആയിരുന്നു. കാരണം പ്രത്യേകിച്ച് മെയിനായിട്ട് യൂറിനറിനാണ് വലിയ വിഷയം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളവർ പിന്നെ ഇത് പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം ഇത് പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മുടെ 9ാം വാർഡ് മെമ്പർ പിന്നെ ഒരു പരാതി ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെന്നും ഇപ്പോൾ വളരെ മോശമായ ശോചനീയാവസ്ഥയിലാണെന്നും പറഞ്ഞ് പഞ്ചായത്തിന് കത്ത് നൽകുകയുണ്ട്. ഒരു പിന്നെ പെറ്റീഷൻ നൽകുകയുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങളത് ഒന്നുകൂടി കൂടിയാലോചിച്ചതിന് ശേഷം പിന്നെ കഫറ്റീരിയ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ബോർഡ് തീരുമാനിക്കുകയും അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ടേക്ക് എ ബ്രേക്ക് നടത്തുന്നതിൻ്റെ പത്രത്തിൽ പരസ്യം നൽകി അതിന് ഒരു 5 കുടുംബശ്രീകൾ നമുക്ക് അതിന് അപേക്ഷ തരികയുണ്ടായി. അപ്പോൾ അത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് ഞങ്ങൾ ഇൻ്റർവ്യൂ ബോർഡുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ബോർഡിലൂടെ ഞങ്ങളത് പരിശോധിച്ചു. അപ്പോൾ അടുത്ത ഒരു ബോർഡ് മീറ്റിംഗ് ഇതിൻ്റെ തീരുമാനം എടുക്കാനാണ് തീരുമാനിക്കുന്നത്. എന്തായാലും അത് അടിയന്തരമായിട്ട് പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പദ്ധതിയുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മാത്രമേ സാധിക്കൂ എന്നിരിക്കെ 5 കുടുംബശ്രീ യൂണിറ്റുകളാണ് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അഭിമുഖവും കഴിഞ്ഞു. അടുത്ത ഭരണസമിതി യോഗത്തിൽ ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കുടുംബശ്രീ യൂണിറ്റിന് നടത്തിപ്പ് ചുമതലയുടെയും പരിപാലനത്തിന്റെയും ഉത്തരവാദിത്തം നൽകും. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.